കലോത്സവ നഗരിയിൽ നിന്നുള്ള ചില കാഴ്ചകളിലേക്ക് പോയി വരാം. കലോത്സവ നഗരിയിൽ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായത് പ്രധാന വേദിയിലുള്ള കേരള പോലീസിന്റെ സ്റ്റോളാണ്. ഈ കേരള പോലീസിന്റെ സ്റ്റോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാകുന്നത് ഈ ചൂടിന് ആശ്വാസമേകിയാണ്. വേദിക്ക് പുറത്തും വേദിക്കകത്തും ഒക്കെയുള്ള ചൂട് തണുപ്പിക്കാൻ ഐസ്ക്രീം ഉൾപ്പെടെ വിതരണം ചെയ്താണ് കേരള പോലീസ് കലോത്സവ നഗരിയിൽ താരമാവുന്നത്. കലോത്സവത്തിൻ്റെ പ്രധാന വേദിയിലാണ്. ഭയങ്കര ചൂടാണ്. ഒരു സെക്കൻഡ് പോലും ഈ പുറത്ത് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പക്ഷേ ആ ചൂടിനെയും അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗം ഇവിടെ ഉണ്ട്. നമ്മുടെ കേരള പോലീസ് ഒരുക്കിയിരിക്കുന്ന ഐസ്ക്രീം ഫ്രീ ആണ്. വരുന്ന എല്ലാവർക്കും അവർ ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്. ഇത് അറിയാതെ അതായത് ക്യാഷ് കൊടുക്കേണ്ടി വരുമെന്ന് കരുതി പോകുന്നവരെ വിളിച്ചാണ് അവർ ഐസ്ക്രീം കുടിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നത്. ഭയങ്കര ചൂടാണ്. നിങ്ങളുടെ ഐസ്ക്രീമാണ്. അതെ 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 അതുകൊണ്ടാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. ഭയങ്കര ചൂടാണ് ശരിക്കും. ഇത് ആദ്യമായിട്ടല്ല, ഇന്ന് ആദ്യമായിട്ടാണ് കൊടുത്തത്. ഇവിടുത്തെ കലോത്സവം ആദ്യമായിട്ടല്ല കേരള പോലീസ് ഐസ്ക്രീം വിതരണം ചെയ്യുന്നത്. ഐസ്ക്രീം കൊടുക്കുന്ന ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു. എനിക്ക് സംശയമുണ്ട് അതിൽ. കഴിഞ്ഞ കൊല്ലത്തുണ്ടായിരുന്നു. പിന്നെ ഓറഞ്ചാണ് കൊടുത്തോണ്ടിരുന്നത് നമ്മൾ. പിന്നെ ഒരു 11:30 ആയപ്പോഴാണ് ഐസ്ക്രീം. ഈ ചൂടിൻ്റെ ഒരു കാഠിന്യം കൊണ്ട് നിങ്ങൾ ഈ ഐസ്ക്രീം എന്ന് വിളിക്കുമ്പോൾ പൈസ കൊടുക്കേണ്ടി വരും എന്ന് എഴുതി പോകുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ നിങ്ങൾ തിരിച്ച് വിളിച്ച് അങ്ങനെ ആൾക്കാർ ഇന്നലെ അങ്ങനെ സംശയമുണ്ട്. പൈസ കൊണ്ട് വെച്ച് നീട്ടിയവരുണ്ട്. നമ്മൾ സന്തോഷത്തോടെ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഐസ്ക്രീം ഒക്കെ പറയുന്നുണ്ട്. പൈസ എല്ലാം ഫ്രീ ആയിട്ടാണ് പൊതുജനങ്ങൾക്ക് വേണ്ടിയും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും പോലീസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്താണ് അവർ. വിളിക്കുമ്പോൾ വിചാരിക്കും പൈസയ്ക്കാണെന്ന് വിചാരിക്കും. ഇപ്പോഴേ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. പലരും വരാതെ മടിച്ചു നിന്നിട്ടുണ്ട്. നമ്മൾ സൗജന്യമാണെന്ന് ഇവിടെ പ്രത്യേകിച്ച് ബോർഡ് വെച്ചിട്ടില്ല. പക്ഷേ തികച്ചും എല്ലാം സൗജന്യമാണ്. രാത്രി മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചുക്ക് കാപ്പിയും അൺലിമിറ്റഡ് ആയിട്ട് കട്ടൻ ചായയും അതേപോലെ നാരങ്ങ വെള്ളവും ചൂടുവെള്ളവും സാധാ കുടിവെള്ളവും എല്ലാം ലൈവാണ്. അൺലിമിറ്റഡ് ആണ്. എത്ര വേണം പുഴുങ്ങിയത് കൊടുക്കുന്നുണ്ട്. ഏത്തപ്പഴം പുഴുങ്ങിയത്, സാധാ പഴം എല്ലാം ഓരോ മണിക്കൂറിൽ അപ്ഡേറ്റ് ചെയ്ത് പുതിയ ഐറ്റംസ് വെറൈറ്റി ആയിട്ട് ആവശ്യത്തിനനുസരിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പോലീസുകാർ സ്വന്തം ഫണ്ടിൽ നിന്ന് തന്നെയാണ് അടുത്ത് ചെയ്യുന്നത്. പോലീസുകാരുടെ ജീവനക്കാർക്ക് ഉള്ളിൽ നിൽക്കേണ്ട സംഘടന പൊതുജനങ്ങളോട് കൂടുതൽ ആഭിമുഖ്യം കാണിച്ചുകൊണ്ട് പൊതുമധ്യത്തിലേക്ക് ഇറങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇത്തരത്തിൽ പരിപാടി. പോലീസ് സംഘടനയുടെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വം KPO കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും കേരള പോലീസ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം റൂറൽ സിറ്റി SAP ജില്ലാ കമ്മിറ്റികൾ സംയുക്തമായിട്ടാണ് ഈ പരിപാടി പോലീസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്നത്. ഐസ്ക്രീം ഒക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. മത്സരത്തിന് വന്നതാ? ഇല്ല, അണ്ണൻ്റെ കൂടെ വന്ന് കളി കാണാനോ? ഏത് കളി കാണാനോ വന്നേ? എല്ലാം കാണും. കലോത്സവം കാണാൻ വന്നതാ? ചൂടത്ത് ഐസ്ക്രീം കുടിച്ചപ്പോൾ രസമായില്ലേ? നല്ല ഡെസ്റ്റിനേഷൻ. നല്ലൊരു കാര്യമാണ് ചെയ്യണം എല്ലാവർക്കും. ഈ ചൂടത്തും ഇങ്ങനെ തണുത്ത ആഹാരങ്ങൾ കൊടുക്കുന്നവരെ നമ്മൾ നമസ്കരിക്കും. അതെ. എത്ര സമയത്ത് തുടങ്ങി എത്ര സമയം വരെ ഉണ്ടാവും? രാവിലെ 8 മണിയാകുമ്പോൾ ഇവിടെ 8:30 9 മണിയാകുമ്പോൾ വിതരണം തുടങ്ങും. പക്ഷേ ഇതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ 7 മണിയാകുമ്പോഴേ കിച്ചണിൽ കട്ടൻ ചായ അതേപോലെ ഇതിൻ്റെ സ്നാക്സ് എല്ലാം തന്നെ വേണ്ടി 7 മണിയാകുമ്പോഴേ പ്രവർത്തനം തുടങ്ങും. രാത്രി 11 അവസാനിക്കുന്നത് വരെയും സാധനങ്ങൾ ഇവിടെ ലൈവായിരിക്കും. നിങ്ങളുടെ ഡ്യൂട്ടിയൊക്കെ ഈ സമയത്ത് ഡ്യൂട്ടിയോടൊപ്പമാണ് ചെയ്യുന്നത്. ഡ്യൂട്ടിയിൽ റെസ്റ്റ്. നൈറ്റ് കയറുന്നവർ പിറ്റേന്ന് റെസ്റ്റ് ആയിരിക്കും. അവർക്ക് ടേൺ അനുസരിച്ച് റെസ്റ്റ് ഉള്ളവർ ഇവിടെ വരികയും ഡ്യൂട്ടി റെസ്റ്റ് കിട്ടുന്ന സമയത്തും അതനുസരിച്ച് തന്നെയാണ് ഇവിടെ വന്ന് നിന്ന് പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നവർ ഇന്നലെ ഡ്യൂട്ടി ചെയ്തവരായിരിക്കും. അവർക്ക് ഇന്നത്തെ ദിവസം റെസ്റ്റ് ആയിരിക്കും, നൈറ്റ് ഡ്യൂട്ടി. അതിനനുസരിച്ച് ഡ്യൂട്ടിയിൽ പെർമിഷനും ടേണും അനുസരിച്ച് ആണ് ഡ്യൂട്ടിയോടൊപ്പമാണ് ഇത് നടന്നു പോകുന്നത്. നമ്മുടെ പോലീസ് അസോസിയേഷൻ 2 ദിവസമായിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുകയാണ്. ചുക്ക് കാപ്പി കൊടുക്കുന്നു, ഏത്തപ്പഴം പുഴുങ്ങിയത് കൊടുക്കുന്നു. ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഐസ്ക്രീമാണ്. അങ്ങനെ ഒന്ന് രുചിച്ച് നോക്കിയതാണ്. ഇങ്ങനൊരു കാര്യം ഇവരാദ്യമായിട്ട് ചെയ്യുകയാണ്. പക്ഷേ അത് വളരെ ക്ലിക്കായ ഒരു കാര്യമായി മാറി. പൈസ കൊടുത്ത് വാങ്ങേണ്ടതാണ് എന്ന് പറഞ്ഞു പോകുന്ന കുട്ടികളെയൊക്കെ തന്നെ സാറ് വിളിച്ച് ഇങ്ങോട്ടേക്ക് വരുത്തുന്നുണ്ട്. ഇത് സൗജന്യമാണ്, വന്ന് കഴിച്ചിട്ട് പോകണം എന്ന്. അത് ഉറപ്പായിട്ടും നമ്മളതൊരു ഒരു പോലീസിൻ്റെ ഒരു സേവനം എന്ന രീതിക്കാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അവരൊരു കുട്ടീനെ തടഞ്ഞൊക്കെ നിൽക്കില്ലേ, വെയിലൊക്കെ ആയി ഈ ഒപ്പനയെ കളിച്ച് എല്ലാവരും ക്ഷീണിച്ചൊക്കെ നിൽക്കുമ്പോൾ ഒരു ആശ്വാസം. ഈ നല്ല ചൂടല്ലേ ഇപ്പോൾ തന്നെ നിൽക്കുന്നത്, ഗ്ലാസ് ഇട്ടല്ലേ നിൽക്കുന്നത്, അല്ലാതെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ നമുക്കാർക്കും. ആ ഒരു കുഞ്ഞു മോള് നിൽക്കുന്നത്. എല്ലാവരും വന്ന് പൈസ ചോദിക്കുന്നത്, അവർക്ക് കപ്പൈസ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. നമ്മളതൊരു എല്ലാം ഉണ്ട്. കഴിഞ്ഞ് കബൂന് കട്ടനുണ്ട്, ജീരകവെള്ളം വെച്ചിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഈ കലോത്സവം തീരുന്നവരെയും തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ പോലീസ് ജില്ലാ കമ്മിറ്റികളും
സംയുക്തമായി ചേർന്ന് പോലീസ് അസോസിയേഷനും പോലീസ് ഓഫീസർ അസോസിയേഷനും സംയുക്തമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഐസ്ക്രീം കുടിക്കുന്നത് കൊണ്ട് മനസ്സും ശരീരവും തണുക്കുന്നു. കുട്ടികളുടെ കലാപ്രകടനങ്ങൾ കണ്ടപ്പോൾ അതിലേറെ സന്തോഷം. ഐസ്ക്രീം വളരെ സന്തോഷം. ഇങ്ങനെ ഒരു ഐസ്ക്രീം മാംഗോ ഫ്ലേവർ തന്നെ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഐസ്ക്രീം ഏത് പ്രായത്തിലുള്ളവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞങ്ങളും അതങ്ങ് ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കലോത്സവ വേദിയുടെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചൂടിനെ എങ്ങനെ മറികടക്കും എന്ന് ആലോചിച്ച് നിൽപ്പുണ്ടെങ്കിൽ നേരെ സെൻട്രൽ സ്റ്റേഡിയത്തിലെ നമ്മുടെ കേരള പോലീസിന്റെ സ്റ്റോളിലേക്ക് വന്നോ. ഐസ്ക്രീം ഉണ്ട്, രാത്രിയായി കഴിഞ്ഞാൽ ചുക്ക് കാപ്പിയുണ്ട്. അങ്ങനെ പൂർണ്ണ സജ്ജരാണ് നമ്മുടെ കേരള പോലീസും. ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.